ഈശ്വരറ്റം പ്രിയപ്പെട്ടവരെ, തിരുഷ്ട മീഡിയയിലേക്ക് സ്വാഗതം. വിശ്വാസ ജീവിതം സാക്ഷ്യത്തിനായി നമ്മെ വിളിക്കുന്നു. ക്രൈസ്തവ ജീവിതം വിശ്വാസ സാക്ഷ്യത്തിൻ്റെതാണ്. ശിഷ്യത്വത്തിലേക്ക് പ്രവേശിക്കുന്ന നാം ഓരോരുത്തരും അപ്പോസ്തലികമായ ഒരു ദൗത്യത്തിലാണ് ഏർപ്പെട്ടിരിക്കുന്നത്. ലോകത്ത് ഇതര ധാർമ്മികതകൾ പറയുന്നത് പോലെ ജീവിതം സുഖകരമാക്കാനും സുരക്ഷിതമാക്കാനുമുള്ള പാതയല്ല ക്രൈസ്തവ പാത. സ്വന്തം ജീവിതത്തെ നഷ്ടപ്പെടുത്തി ക്രിസ്തുവിനെ ആനുകാലിക ലോകത്തിന് പരിചയപ്പെടുത്തുക, അനുഭവപ്പെടുത്തുക എന്ന ദൗത്യമാണ് നമുക്കുള്ളത്. വിശ്വാസ ജീവിതം തെറ്റിദ്ധരിക്കപ്പെടുന്നത് കാര്യസാധ്യത്തിനുള്ള ഒരു മാർഗമായിട്ടാണ്. ജീവിതത്തിൽ വിവിധങ്ങളായ ക്ലേശങ്ങളും സങ്കടങ്ങളും ഒക്കെ അനുഭവിക്കുന്ന മനുഷ്യകുലത്തിന്റെ ഭാഗമാണ് നമ്മളും. അതുകൊണ്ട് ലോകത്തുള്ള മനുഷ്യർക്കുള്ള എല്ലാ കുറവുകളും പോരായ്മകളും പരിമിതികളും നമ്മുടെ ജീവിതത്തെയും ബാധിക്കും. അത്തരം സാഹചര്യങ്ങളിൽ എങ്ങനെയാണ് ക്രിസ്തുസാക്ഷ്യമായി മാറുക എന്നതിനെ സംബന്ധിച്ചാണ് ക്രൈസ്തവ ബോധം നമ്മെ പഠിപ്പിക്കേണ്ടത്. നമ്മുടെ ജീവിതങ്ങളിലെ സങ്കടങ്ങളിലും പോരായ്മകളിലും ഇല്ലായ്മകളിലും ഒക്കെ സഹായിക്കുന്ന ഒരുവനായി മാത്രം ദൈവത്തെ പരിമിതപ്പെടുത്തുക എന്നതിനർത്ഥം നാം ക്രിസ്തുവിനെ തിരിച്ചറിയുന്നില്ല, അല്ലെങ്കിൽ ക്രിസ്തു മാർഗം സ്വീകരിക്കുന്നില്ല എന്നാണ്. പിന്നെ സങ്കടങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും എന്ന് സാധാരണ ഒരു ചോദ്യം ഉയരാറുണ്ട്. ആ സങ്കടങ്ങളിലൊക്കെ ദൈവത്തെ ആശ്രയിക്കുകയും ദൈവാശ്രയത്തോടെ അതിനെ നേരിടുകയും ചെയ്യാനാണ് ക്രിസ്തു നമ്മെ പഠിപ്പിക്കുന്നത്. അവയൊന്ന് ഒളിച്ചോടാനോ അവയെല്ലാം മാറ്റി സുഖകരമായ ലോകം സൃഷ്ടിക്കാനോ അല്ല നാം പരിശ്രമിക്കുന്നത്. ക്രൈസ്തവ വിശ്വാസം നമ്മെ പഠിപ്പിക്കുന്നതാണ്. നിങ്ങളുടെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റാനുള്ള ഒരു ഉപാധിയായി മാത്രം ദൈവത്തെ കാണുന്നുവെങ്കിൽ, അഥവാ ഈ ലോകത്തിലെ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് കർത്താവിൽ നിങ്ങൾ പ്രത്യാശ വെച്ചിട്ടുള്ളതെങ്കിൽ നിങ്ങൾ മറ്റെല്ലാവരെയും കാൾ നിർഭാഗ്യവാന്മാരാണെന്ന് 1 കൊരിന്ത്യർ ലേഖനത്തിൽ 15-ാം അധ്യായത്തിൽ 19-ാം തിരുവചനത്തിൽ ശ്ലീഹ പഠിപ്പിക്കുന്നുണ്ട്. എങ്ങനെയാണ് വിശ്വാസത്തിന്റെ ജീവിതം നയിക്കേണ്ടത്, എന്താണ് ഈ ദൗത്യം എന്നൊരു ഉത്തമ ബോധ്യം നമുക്കുണ്ടാകണം. ലോകത്തോട് സുവിശേഷം പറയുക എന്നതിനർത്ഥം മയക്കു വെച്ച് കെട്ടി പ്രസംഗിക്കുക എന്നല്ല. അത് പ്രഘോഷണം ജീവിതം വഴിയാണ്. എങ്ങനെയാണ് പ്രഘോഷിക്കേണ്ടത്, ആരോടാണ് പ്രഘോഷിക്കേണ്ടത്, എന്തിനാണ് പ്രഘോഷിക്കേണ്ടത് എന്നൊക്കെ നാം പഠിക്കുന്നത് ക്രിസ്തുവിലേക്ക് നോക്കിയിട്ടാണ്. യേശു എങ്ങനെയാണ് ലോകത്ത് സുവിശേഷം അവതരിപ്പിക്കുന്നത്, തന്നെ തന്നെ വെളിപ്പെടുത്തുന്നത്, എങ്ങനെയാണ് മനുഷ്യ വിമോചനത്തെ, സമഗ്രമായ വിമോചനത്തെ കുറിച്ച് പറയുന്നത് എന്നതിനെക്കുറിച്ച് നമുക്ക് ബോധ്യമുണ്ടാകണം. ലൂക്കാസ് സുവിശേഷത്തിൽ 4-ാം അധ്യായത്തിൽ 16 മുതൽ 22 വരെ തിരുവചനങ്ങളിൽ ക്രിസ്തു ഈ സുവിശേഷ ദൗത്യത്തിന്റെ പ്രാരംഭഘട്ടത്തിൽ എന്താണ് സുവിശേഷമെന്നും എങ്ങനെയാണ് അത് അറിയിക്കേണ്ടതെന്നും വ്യക്തമാക്കുന്നുണ്ട്. ദരിദ്രരോട് സുവിശേഷം പറയാനായി അയക്കപ്പെട്ടവനാണ് താനെന്ന ബോധ്യം ക്രിസ്തുവിനുണ്ട്. കർത്താവിന്റെ ആത്മാവ് തന്റെ മേലുണ്ട് എന്നാണ് ക്രിസ്തുവിന്റെ ബോധം. നാം ഓരോരുത്തരും പരിശുദ്ധാത്മാവിനാൽ മുദ്രിതരായവരാണ്, തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്, അയക്കപ്പെട്ടവരുമാണ്. യേശുവിന് ഈ ബോധ്യം വ്യക്തമായി ഉണ്ടായിരുന്നു. ലൂക്കാസ് സുവിശേഷം 1-ാം അധ്യായം 35-ാം തിരുവചനം പറയുന്നത് പോലെ പരിശുദ്ധാത്മാവിനാൽ ഉരുവാക്കപ്പെട്ടവനാണ് താനെന്നും ലൂക്കാസ് സുവിശേഷം 3:22 പ്രഖ്യാപിക്കും വിധം ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവരിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, എന്റെ ആത്മാവിനെ ഞാൻ നൽകുന്നു എന്നതിലും ക്രിസ്തു ബോധ്യപ്പെടുന്നുണ്ട്. ഈ ഒരു ബോധ്യം ഹൃദയത്തിൽ നിറച്ചുകൊണ്ടാണ് ക്രിസ്തു പറയുന്നത്, ഞാൻ അഭിഷേചിതനാണ്, ഞാൻ കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. നമുക്കൊക്കെ പലപ്പോഴും ഇല്ലാതെ പോകുന്ന ഒരു ബോധ്യം ഇതാണ്. മാമോദീസയെക്കുറിച്ചൊന്നും വ്യക്തമായൊരു ധാരണയോ ബോധ്യമോ ഉള്ളവരല്ല നമ്മൾ, അല്ലെങ്കിൽ അത് ഓർമ്മയിൽ സൂക്ഷിക്കുന്നവരല്ല. ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ദൈവാത്മാവ് നമ്മിൽ നിവസിക്കുന്നു എന്നുള്ളത്. പരിശുദ്ധാത്മാവ് മാമോദീസ വഴി നമുക്ക് നൽകപ്പെട്ടു എന്നൊരു കാര്യം ഹൃദയബോധ്യത്തിലുണ്ടാകുമ്പോൾ മാത്രമേ, അല്ലെങ്കിൽ അപ്രകാരം ആത്മാവിനാൽ നയിക്കപ്പെടേണ്ടവനാണ് എന്നൊരു ബോധ്യം നമുക്കുണ്ടാകുമ്പോൾ മാത്രമേ സുവിശേഷമായി മാറാനും സുവിശേഷം പ്രഘോഷിക്കാനും നമുക്ക് കഴിയും. നാം ഓരോരുത്തരും ദൈവത്താൽ ഉരുവാക്കപ്പെട്ടവരാണെന്നും, അല്ലെങ്കിൽ ദൈവത്തിന്റെ കരവേലയാണെന്നും, ആ ദൈവം നമ്മെ പുത്രസ്ഥാനത്തേക്ക് ദത്തെടുത്തിട്ടുണ്ടെന്നും, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് ക്രിസ്തുവിനോട് പറയുന്ന വാക്കുകൾ നമ്മോട് ഓരോരുത്തരോടു കൂടിയും അവിടെ നിന്ന് പറയുന്നുണ്ടെന്നും, ദൈവാത്മാവിനാൽ ക്രിസ്തു ജോർദാൻ നദിയുടെ തീരത്ത് വെച്ച് അഭിഷേചിതനാകുന്നത് പോലെ അഭിഷേകം ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നും വ്യക്തമായൊരു ധാരണയും ബോധ്യവും നമുക്കുണ്ടാകണം. വിശ്വാസത്തിലായിരിക്കുമ്പോഴും പലപ്പോഴും സാമാന്യ ലോകത്തിന്റെ സാധാരണത്വങ്ങളിലൊക്കെ കുടുങ്ങിപ്പോകുന്നതിന് പ്രധാന കാരണം ഈ അവബോധം ഇല്ലാതെ പോകുന്നതാണ്. ദൈവാത്മാവ് നമ്മിലുണ്ട് എന്നൊരു ബോധ്യം ഹൃദയത്തിൽ ഉറയ്ക്കുമ്പോൾ മാത്രമേ ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരായി നമുക്ക് മാറാൻ കഴിയൂ. ദൈവത്തിന്റെ ആത്മാവ് സമ്മർദ്ദം ഉപയോഗിച്ച് തന്റെ വഴിക്ക് നമ്മെ നയിക്കുന്നവനല്ല. ദൈവാത്മാവ് എപ്പോഴും നമ്മോട് കൂടെയുണ്ട്. ദൈവാത്മാവിലേക്ക് നമ്മുടെ ഹൃദയത്തെ ചേർത്ത് വെക്കുമ്പോഴും ദൈവാത്മാവിന്റെ സ്വരം ശ്രവിക്കാൻ ഹൃദയം ഉറപ്പിക്കുമ്പോഴും മാത്രമേ ദൈവാത്മാവ് നമ്മിൽ പ്രവർത്തനക്ഷമമാകൂ. ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റാനാണ് നാം ഭൂമിയിലേക്ക് വന്നതെന്ന ബോധ്യവും ദൈവത്തിന് പ്രിയപ്പെട്ടവരാണ് നമ്മളെന്ന ബോധ്യവും നിലനിർത്തുമ്പോൾ മാത്രമേ മറ്റുള്ളവരോട് സ്നേഹപൂർവ്വമായി പെരുമാറാൻ, ലോകത്ത് സുവിശേഷം പ്രഘോഷിക്കാൻ,
മറ്റുള്ളവർക്ക് ക്രിസ്തുവിനെ അനുഭവപ്പെടുത്തുന്നവരായി ജീവിക്കാൻ നമുക്ക് സാധ്യമാവും. യേശു ഈ അവബോധം ഹൃദയത്തിലുള്ളത് കൊണ്ട്, വ്യക്തമായി എൻ്റെ മേൽ ആത്മാവുണ്ട് എന്ന് ബോധ്യമുള്ളത് കൊണ്ട് സുവിശേഷ പ്രവർത്തനത്തിനായിട്ട് ഇറങ്ങുന്നു. യെശയ്യാ ഗ്രന്ഥം വായിച്ചുകൊണ്ടാണ് നസ്രത്തിലെ സിനഗോഗിൽ വെച്ച് യേശു ഇത് ഉദ്ഘാടനം ചെയ്യുന്നത്. അപ്രകാരം വചനം വായിക്കുമ്പോൾ അവിടുന്ന് പ്രധാനപ്പെട്ടതായി പറയുന്നൊരു കാര്യം, ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നു. ദൈവാത്മാവിനാൽ നിറഞ്ഞവരാണ് നാമെന്നും ദൈവാത്മാവ് നമ്മെ നയിക്കുന്ന വഴിയാണ് നാം ചരിക്കേണ്ടതെന്നും ബോധ്യപ്പെടുമ്പോൾ ഉണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ ഞാൻ അയക്കപ്പെടുന്നു. ഈശോ അവിടെ തന്റെ ജീവിതം കൊണ്ട് നിറവേറ്റേണ്ട കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ, ബന്ധിതർക്ക് മോചനം നൽകാൻ, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം നൽകാൻ, അന്ധർക്ക് കാഴ്ച നൽകാൻ, അങ്ങനെ ഈ ദൗത്യവുമായിട്ട് തന്നെ ദൈവം ഈ ഭൂമിയിലേക്ക് അയച്ചിട്ടുണ്ടെന്നും വിമോചകനാണ്, സമഗ്ര വിമോചകനാണ് താനെന്നും ക്രിസ്തുവിന് ബോധ്യമുണ്ട്. നമുക്ക് പലപ്പോഴും ഈ സമഗ്ര വിമോചകത്വമാണ്, അല്ലെങ്കിൽ യേശുവിൽ സാധ്യമായ, യേശുവിൽ നിറവേറിയ സമഗ്ര വിമോചനം ഈ ലോകത്തോട് വെളിപ്പെടുത്താനാണ് നാം വന്നിട്ടുള്ളത് എന്ന കാര്യം പലപ്പോഴും നമ്മുടെ ബോധമണ്ഡലത്തിലില്ല. അതുകൊണ്ട് ജീവിത പ്രയോഗ വഴിയെ രണ്ടായിട്ടാണ് നമ്മൾ കാണുക, ആത്മീയമായിട്ടും ഭൗതികമായിട്ടും. പ്രാർത്ഥനയുടെയും വിശ്വാസചര്യകളുടെയും ഒരു ജീവിതം വേറൊരു ഭാഗത്തും, ജീവിതത്തിന് സാധാരണത്വം വേറൊരു ഭാഗത്തും. സാധാരണത്വത്തിനകത്ത് അസാധാരണമായ ക്രിസ്തുവിന്റെ വെളിച്ചം പ്രകാശിപ്പിക്കാനാണ് നാം വിളിക്കപ്പെട്ടിരിക്കുന്നത് എന്ന ബോധ്യം നമുക്കില്ല. നാം കുറവുള്ളവരും പോരായ്മയുള്ളവരുമായിരിക്കുമ്പോഴും ദൈവാത്മാവ് നമ്മുടെ അകമേ വസിക്കുന്നുണ്ടെന്നും ആ ദൈവാത്മാവിന്റെ നിയന്ത്രണത്തിന് നാം വിധേയമാകുമ്പോൾ ക്രിസ്തു സാരൂപ്യത്തിലേക്ക് നാം പ്രവേശിക്കുമെന്നും ലോകത്തിന് വെളിച്ചം നൽകാൻ നമുക്ക് കഴിയുമെന്നുള്ള കാര്യം പലപ്പോഴും വ്യക്തതയോടെ തിരിച്ചറിയാൻ നമുക്ക് കഴിയുന്നില്ല, അല്ലെങ്കിൽ അത്തരമൊരു ശ്രമം നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല. യേശു പറയാണ്, ദരിദ്രരോട് സുവിശേഷം അറിയിക്കാനാണ് ഞാൻ വന്നിട്ടുള്ളത്. ആരാണ് ദരിദ്രർ? വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം പൊതുവിൽ ദരിദ്രരുടെ സുവിശേഷം എന്നാണ് അറിയപ്പെടുക. 14 തരം ദരിദ്രരെ കുറിച്ച് സുവിശേഷത്തിൽ ശ്ലീഹ പറയുന്നുണ്ട്. അത് സ്ത്രീകളാണ്, അടിച്ചമർത്തപ്പെട്ടവരാണ്, വിജാതീയരാണ്, രോഗികളാണ്. നിരവധിയായ രീതികളിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നവരെ കുറിച്ച് ശ്ലീഹ പറയുന്നുണ്ട്. ദരിദ്രരോട് സുവിശേഷം അറിയിക്കുക എന്ന് പറയുമ്പോൾ 2 തരം ദാരിദ്ര്യങ്ങളെ നമ്മുടെ മുമ്പിൽ നമുക്ക് കാണാൻ പറ്റണം. ഒന്ന് ഭൗതികമാണ്, ഒന്ന് ആത്മീയമാണ്. ഭൗതികമായ ദാരിദ്ര്യം ഈ ലോകത്തെ ഗ്രസിക്കുന്നുണ്ട്. അടിച്ചമർത്തപ്പെട്ടവരും വിവേചനങ്ങൾ അനുഭവിക്കുന്നവരും ഇല്ലായ്മയുള്ളവരും രോഗികളും ഭീതിതരുമായി കഴിയുന്ന അനേകർ, അവരുടെ മധ്യയാണ് നമ്മൾ ജീവിക്കുന്നത്. അതോടൊപ്പം തന്നെ ആത്മീയമായ ദാരിദ്ര്യമുള്ളവരും. ആത്മീയ ദാരിദ്ര്യത്തിന്റെ അർത്ഥം എന്താണ്? അത് പദാർത്ഥങ്ങളില്ലാത്തതിന്റെ അല്ല, അല്ലെങ്കിൽ ഈ ലോകത്ത് എന്തെങ്കിലും ഇല്ലായ്മകളുള്ളതിന്റെ അല്ല. നാം നമ്മുടേതല്ലെന്നും ദൈവത്തിൻ്റെതാണെന്നും ബോധ്യമില്ലാത്തവരെല്ലാം. ദൈവത്തിൻ്റെതാണ് നമ്മളെന്ന് ബോധ്യമുണ്ടാകുമ്പോഴാണ് ആത്മാവിന്റെ സമൃദ്ധിയിൽ നമ്മൾ പങ്കുകാരാണെന്ന ബോധ്യം നമുക്ക് ഉണ്ടാകുക. ഈ ആത്മാവിന്റെ സമൃദ്ധിയിൽ പങ്കാളിത്തമില്ലാതെ പോകുന്ന, അല്ലെങ്കിൽ ആത്മീയമായ വെളിച്ചം സ്വീകരിക്കാൻ കഴിയാതെ പോയ, ക്രിസ്തുവിലൂടെ നിറവേറിയ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ കഴിയാതെ പോകുന്ന സകല മനുഷ്യരെയും ഈ ദരിദ്രരുടെ കൂട്ടത്തിൽ നമുക്ക് പെടുത്താൻ പറ്റണം. ഇപ്പൊ 2 തരത്തിലാണ് ഭൗതിക ദാരിദ്ര്യത്തിന്റെ മേഖലയിലും ആത്മീയ ദാരിദ്ര്യത്തിന്റെ മേഖലയിലും സുവിശേഷം അറിയിക്കുക എന്ന ദൗത്യമാണ് ക്രിസ്തുവിൽ നിറവേറിയത്. ആ ദൗത്യത്തിൽ പങ്കുകാരാണ് നാം. ആനുകാലിക ലോകത്ത് ക്രിസ്തുവിൽ നിറവേറിയ സുവിശേഷത്തിന്റെ ശക്തി അനുഭവപ്പെടുത്തുന്നവരായി നമുക്ക് ജീവിക്കാൻ കഴിയണം. അതുകൊണ്ട് 2 ദാരിദ്ര്യങ്ങൾക്കകത്തും ക്രിസ്തുവിന്റെ വിമോചകത്വം നമുക്ക് വെളിപ്പെടുത്താൻ കഴിയണം. ഇങ്ങനെ വെളിപ്പെടുത്തണമെങ്കിൽ നമ്മൾ ദരിദ്രരോട് സുവിശേഷം പറയുക എന്ന അടിസ്ഥാന പ്രയോഗ വഴിയിലേക്ക് പ്രവേശിക്കണം. ദരിദ്രരോട് സുവിശേഷം പറയുന്നത് 2 മാർഗത്തിലാണ്. ഒന്ന്, നിനക്കുള്ളവ മറ്റുള്ളവരുമായി പങ്കുവെച്ചുകൊണ്ട്, അത് സുവിശേഷത്തിന്റെ ഒരു ഭാഗമാണ്. മറ്റൊന്ന്, അജ്ഞതയുടെ മേഖലയിൽ അന്ധകാരത്തിൽ കഴിയുന്നവർക്ക് ക്രിസ്തുവിന്റെ വെളിച്ചം പ്രകാശനം ചെയ്തുകൊണ്ട്. 2 പ്രയോഗിക്കുന്നത് ക്രിസ്തുവിന്റെ ശക്തിയാണ്. 2 വെളിപ്പെടുന്നത് ക്രിസ്തുവാണ്. 2 ലോകത്തിൽ സമഗ്ര വിമോചകനായ ക്രിസ്തുവിൽ ഈ സ്വാതന്ത്ര്യം നൽകപ്പെട്ടിട്ടുണ്ട്, വിമോചനം നൽകപ്പെട്ടിട്ടുണ്ട് എന്ന സദ്വാർത്തയാണ് നമ്മൾ അറിയിക്കേണ്ടത്. വാസ്തവത്തിൽ ഭൗതിക ദാരിദ്ര്യത്തെ പരിഹരിക്കുന്ന കാര്യത്തിൽ നാം പലപ്പോഴും വിമുഖതയാണ് കാണിക്കുക. അവരുടെ ദാരിദ്ര്യമോ ഇല്ലായ്മയോ നമ്മെ വേദനിപ്പിക്കുന്നില്ല. അനേകർ ഭക്ഷണം കഴിക്കാനില്ലാതിരിക്കുന്നു, അനേകർക്ക് കിടക്കാനിടമില്ലാതിരിക്കുന്നു, അനേകർ ഈ ലോകത്ത് അനാഥരും ദരിദ്രരുമായി കഴിയുന്നു എന്ന കാര്യം ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ ബോധ്യതലത്തിക്കൊണ്ടിരുന്നില്ല. നമ്മുടെ നാട്ടിൽ മറ്റുള്ളവരെ അനുഭവിക്കുന്ന കഷ്ടതകളെക്കുറിച്ച് വ്യക്തമായ ബോധ്യം നമുക്കില്ലാത്തത് കൊണ്ട് നമ്മുടെ ഇല്ലായ്മകളെയും കുറവുകളെയും കുറിച്ചുള്ള പരിതാപത്തിലാണ് പലപ്പോഴും നമ്മൾ കഴിയുക. ദാരിദ്ര്യം അവനവന്റെ ദാരിദ്ര്യത്തെക്കുറിച്ചാണ് ചിന്തിക്കുക, എൻ്റെ ഇല്ലായ്മകളെക്കുറിച്ച്. എൻ്റെ ഇല്ലായ്മകളെ ഒരു താരതമ്യ പഠനത്തിലൂടെയാണ് ഞാൻ മനസ്സിലാക്കുക. മറ്റുള്ളവർക്കുള്ളത് എനിക്കില്ലെങ്കിൽ ഞാൻ ദരിദ്രനാണ്. മറ്റുള്ളവർക്കുള്ളവ എനിക്കില്ലാതെ പോകുന്നതിനെ കുറിച്ചുള്ള വേവലാതികളാണ്
നമ്മൾ പലപ്പോഴും ഭരിക്കുക. അടിസ്ഥാന സൗകര്യങ്ങളില്ലാതെ പോകുന്ന, ഭക്ഷണവും വെള്ളവും ഇല്ലാതെ പോകുന്ന, കിടക്കാനിടമില്ലാതെ പോകുന്ന അനേകർ നമ്മുടെ സമൂഹത്തിലുണ്ട് എന്ന പരമാർത്ഥം നാം അവഗണിച്ചു കളയുന്നു. അവർക്ക് വേണ്ടി നമുക്കുള്ളത് പങ്കുവയ്ക്കാൻ നമ്മൾ മനസ്സാകുന്നില്ല. നമ്മുടെ സമയവും കഴിവുകളും അവർക്ക് വേണ്ടി ഉപയോഗിക്കാൻ തയ്യാറാകുന്നില്ല. അവരുടെ കെട്ടപ്പെട്ടു പോയ ശബ്ദത്തിന് പകരമായി മാറാൻ നമുക്ക് കഴിയുന്നില്ല. ശബ്ദമില്ലാത്തവരായി പോകുന്നവർക്ക് വേണ്ടി ശബ്ദിക്കാനും അവർക്ക് നീതി ലഭിക്കാൻ വേണ്ടി സ്വരമുയർത്താനും നമുക്ക് കഴിയാതെ പോകുന്നു. ഇവിടെ ഭൗമികമായ ദാരിദ്ര്യത്തിനകത്ത് നാം ഇടപെടാതെ പോകുന്നതിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. സുവിശേഷ പ്രഘോഷണം എന്നത് ഒരു പ്രയോഗ വഴിയാണെങ്കിൽ അത് ഭൗമികമായ യാഥാർത്ഥ്യങ്ങളെ കൂടി പരിഗണിക്കണം. നാം ഇപ്പോഴും പല പല തർക്കങ്ങളിലാണ്. ആരാധനാക്രമത്തെ സംബന്ധിച്ച്, വിശ്വാസ ബോധ്യങ്ങളെ സംബന്ധിച്ച് ഒക്കെയുള്ള തർക്കങ്ങളിൽ നമ്മൾ മുഴുകുന്നുണ്ട്. പക്ഷേ വിശക്കുന്നവന് ഭക്ഷണവും ദാഹിക്കുന്നവന് കുടിനീരും കിടക്കാനിടമില്ലാത്തവന് കിടപ്പാടവുമായി മാറാൻ നമുക്ക് കഴിയാത്ത രീതിയിൽ നാം നമ്മിൽ തന്നെ ബന്ധിതരായി പോകുന്നുണ്ട്. ക്രിസ്തുവിന്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്നുവെങ്കിൽ മറ്റുള്ളവന്റെ കണ്ണിലെ കണ്ണീര് കാണാൻ നമുക്ക് കഴിയേണ്ടതായിരുന്നു. സങ്കടങ്ങൾ കാണാൻ കഴിയേണ്ടതായിരുന്നു. ഇല്ലായ്മകളെ മനസ്സിലാക്കാൻ കഴിയേണ്ടതായിരുന്നു. അവരന് വേണ്ടി വേദനിക്കുന്നവരാകാൻ നമുക്ക് കഴിയേണ്ടതായിരുന്നു. ഇങ്ങനെ അലിയാത്തൊരു ഹൃദയം വെച്ചുകൊണ്ട് സുവിശേഷത്തെ പ്രകാശിപ്പിക്കാൻ നമുക്ക് സാധ്യമല്ല. അവരന്റെ കഷ്ടതകളിലും വേദനകളിലും ഹൃദയം ആർദ്രമാകുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ അവരനോട് ഉന്മുഖമായൊരു ജീവിതം നയിക്കാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ സുവിശേഷവുമായി നമുക്ക് ബന്ധമില്ലെന്ന് പറയേണ്ടി വരും. സുവിശേഷ പ്രഘോഷണത്തിന്റെ രണ്ടാമത്തെ ഭാഗം ആത്മീയ ദാരിദ്ര്യമാണ്. ഈ ലോകത്ത് അനേകർ വിവേചനങ്ങൾക്കിരയാകുന്നത് സ്നേഹത്തിന്റെയും സത്യത്തിന്റെയും പക്ഷത്ത് ചരിക്കാൻ കഴിയാതെ പോകുന്നത് കൊണ്ടാണ്. അറിവില്ലായ്മ മനുഷ്യനെ മൂടുന്നു. അവരൻ നീ തന്നെയാണെന്നും മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുകയാണ് പരമാർത്ഥമെന്നും തിരിച്ചറിയാതെ ലോകം സ്വാർത്ഥതയ്ക്കും ദ്രവ്യാസക്തിക്കും അടിമപ്പെട്ടു പോകുന്നുവെങ്കിൽ അവിടെ വെളിച്ചം പകരേണ്ടത് ക്രിസ്തുവിലുള്ള ജീവിതമാണ്. യേശു ക്രിസ്തു ഇപ്രകാരം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ എന്ന് അവരോട് പറയുകയല്ല. യേശു ക്രിസ്തുവിലുള്ള ജീവിതം വഴിയാണ് ഈ പരമാർത്ഥം വെളിപ്പെടുത്തേണ്ടത്. സ്വത്ത് കേന്ദ്രീകൃതമായ സ്വാർത്ഥപൂരണത്തിനായിട്ടുള്ള ജീവിതത്തെ യഥാർത്ഥ വഴിയെ നയിക്കാൻ നമുക്ക് പലപ്പോഴും കഴിയുന്നില്ല എന്ന യാഥാർത്ഥ്യം നിലനിൽക്കുന്നു. അതുകൊണ്ട് തൻകാര്യം നേടാൻ വേണ്ടിയുള്ള, സ്വാർത്ഥം പൂർത്തീകരിക്കാൻ വേണ്ടിയുള്ള ജീവിതത്തിന്റെ വ്യഗ്രതകൾ അവസാനിപ്പിക്കാതെ ലോകത്തോട് സുവിശേഷം പറയാൻ നമുക്ക് സാധ്യമല്ല. കർത്താവിന്റെ ആത്മാവിനാൽ നാം പ്രേരിതരാകേണ്ടത് ഈ ലോക താല്പര്യങ്ങളിൽ നിന്ന് വിമോചനം പ്രാപിക്കാനാണ്. അത് മറ്റുള്ളവർക്ക് വേണ്ടി സ്വയം ഹനിച്ചുകൊണ്ട്, നമുക്കുള്ളവ മറ്റുള്ളവർക്ക് പങ്കുവെച്ചുകൊണ്ടും, അവരുടെ ഇല്ലായ്മകളിലും കുറവുകളിലും അവനോടൊപ്പം പങ്കുചേർന്നുകൊണ്ടും, അവന് വേണ്ടി സ്വരമുയർത്തിക്കൊണ്ടും നീതിയുടെ പക്ഷത്ത് ചരിച്ചുകൊണ്ടും ആയിരിക്കണം. നാം തർക്കങ്ങളിലും വിതർക്കങ്ങളിലും ഒക്കെ ഏർപ്പെടുന്നത് വിശ്വാസത്തെ സംബന്ധിച്ചും ബോധ്യങ്ങളെ സംബന്ധിച്ചുമാണ്. ജീവിതത്തിൽ മനുഷ്യൻ അനുഭവിക്കുന്ന കഷ്ടതകളെ സംബന്ധിച്ച് അതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ ക്രിസ്തുവിൽ എനിക്കെന്ത് ചെയ്യാൻ കഴിയും എന്നൊരു ചോദ്യം സ്വയം ചോദിക്കുന്നവരായി നമുക്ക് മാറാൻ പറ്റേണ്ടതുണ്ട്. ഭക്ഷണത്തെ സംബന്ധിച്ചും വിവിധ തരങ്ങളിലുള്ള വേർതിരിവുകളെ സംബന്ധിച്ചും വിഭാഗീയതകളെ സംബന്ധിച്ചും ഒക്കെ തർക്കവിതർക്കങ്ങളിൽ ഏർപ്പെടുമ്പോഴും മനുഷ്യന്റെ അടിസ്ഥാന പ്രശ്നത്തിന് ഉത്തരം നൽകാൻ നമുക്ക് കഴിയുന്നില്ല. മറ്റുള്ളവന് ഭക്ഷണമില്ലാതെ പോകുമ്പോൾ, അവന് കുടിക്കാൻ വെള്ളമില്ലാതെ പോകുമ്പോൾ, അവന് കിടക്കാൻ ഇടമില്ലാതെ പോകുമ്പോൾ, അവന് ധരിക്കാൻ വസ്ത്രമില്ലാതെ പോകുമ്പോൾ അവന് വേണ്ടി വാദിക്കാനും അവന്റെ പക്ഷത്ത് നിൽക്കാനും എനിക്കുള്ളവ അവനുമായി പങ്കുവെക്കാനും മനസ്സാകും തരത്തിൽ ക്രിസ്തു അപ്രകാരമാണ് നമുക്ക് വേണ്ടി തന്നെ ദരിദ്രനാക്കി ലോകത്തേക്ക് വന്നത്. അപ്രകാരം ഇറങ്ങി പുറപ്പെടാനും നാം മനസ്സ് കാണിക്കുന്നില്ല. ഇതൊക്കെ അതിഭാവുകത്വമായിട്ടോ ആലങ്കാരികമായ പ്രയോഗങ്ങളായിട്ടോ ഒക്കെ നാം കരുതുകയും ജീവിതത്തിന്റെ യാഥാർത്ഥ്യം സ്വാർത്ഥപൂരണത്തിനുള്ളതായിട്ട് മാത്രം മാറ്റിവെക്കുകയും ചെയ്യുന്നു. ഇവിടെ സുവിശേഷ പ്രഘോഷണത്തിൽ നാം പരാജയപ്പെടുകയാണ്, ദൗത്യത്തിൽ നിന്ന് വീണു പോവുകയാണെന്ന് ഓർക്കണം. രണ്ടാമത് യേശു പറയുന്നത് ബന്ധിതർക്ക് വിമോചനമാണ്. ബന്ധിതർക്ക് വിമോചനം എന്ന് വെച്ചാൽ ആരാണ് ബന്ധിതർ? അതാണ് ആദ്യം തിരിച്ചറിയേണ്ടത്. എന്താണ് ബന്ധനമെന്നും. നമ്മൾ പലപ്പോഴും കരുതുന്നത് പൈശാചിക ബന്ധനങ്ങളെ കുറിച്ചാണ്. അത്തരം പ്രഘോഷണങ്ങളും ശുശ്രൂഷകളും ഒക്കെ ധാരാളമായി നടക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ആരാണ് നമ്മെ ബന്ധിക്കുന്നത്? നമ്മെ ബന്ധിക്കുക എന്നതിനേക്കാൾ നാം പലതുമായി ബന്ധിതരായി തീരുകയാണ്. നാം പലതിനും വിധേയപ്പെടുകയാണ്. സമ്പത്തിനോടുള്ള അത്യാർത്തി മൂലം സമ്പത്ത് നമ്മെ ബന്ധിക്കാനിടയാകും വിധം സമ്പത്തിന് നാം തലവെച്ചു കൊടുക്കുന്നു, അടിമയായിത്തീരുന്നു. സമ്പത്താണ് ജീവിത മൂല്യമെന്ന ബോധത്തിൽ നാം എത്തിച്ചേരുമ്പോൾ, അല്ലെങ്കിൽ സമ്പത്തുള്ളവനാണ് വലിയവനെന്ന് കരുതുമ്പോൾ, സമ്പത്തുണ്ടാക്കുകയാണ് ജീവിതത്തിലെ പ്രധാന ലക്ഷ്യമെന്ന് വരുമ്പോൾ യഥാർത്ഥത്തിൽ സമ്പത്ത് നമുക്ക് മേൽ ആധിപത്യം പുലർത്താൻ തുടങ്ങും. കടബാധ്യതയായാലും സാമ്പത്തിക ഉന്നമനമായാലും ലാഭവും ലോഭവും ചെയ്യുന്നത് ഈ ഒരു ബന്ധനമാണ്. ഇങ്ങനെ സമ്പത്തിന്റെ ബന്ധനത്തിൽപ്പെട്ടാണ് നമ്മൾ ഓരോരുത്തരും കഴിയുന്നതെന്ന കാര്യം നമ്മൾ ഓർക്കണം. യഥാർത്ഥത്തിൽ സാമ്പത്തിക തകർച്ചയാണ് സാമ്പത്തിക ബന്ധനം എന്നാണ് തെറ്റിദ്ധാരണ. സാമ്പത്തിക തകർച്ചയാകട്ടെ ഉയർച്ചയാകട്ടെ, അവിടെ എന്റെ ഹൃദയം സമ്പത്തിനോട് പുലർത്തുന്ന മനോഭാവമാണ് ഒരു ബന്ധനമായിട്ട് മാറുക. സമ്പത്ത് പരമപ്രധാനമായി മാറുന്നു. എന്റെ ജീവിതാവശ്യങ്ങൾ നിറവേറ്റാൻ സമ്പത്ത് ഉണ്ടാക്കണ്ടേ, എനിക്ക് നിലനിൽക്കണ്ടേ എന്നാണ് സാമാന്യമായി ഇതിന് എതിരായി വരാവുന്നൊരു ചോദ്യം.
സമ്പത്ത് ആരും ആർജിക്കരുതെന്നോ സമ്പത്തുണ്ടാക്കാൻ അധ്വാനിക്കരുതെന്നോ അല്ല പറഞ്ഞതിനർത്ഥം. സമ്പത്താണ് പരമമെന്ന ബോധ്യത്തിൽ, സമ്പത്താണ് ജീവിക്കാൻ, ജീവൻ നിലനിർത്താൻ ആവശ്യമുള്ളതെന്ന ബോധ്യത്തിൽ, സമ്പത്താണ് പരമലക്ഷ്യമെന്ന ബോധ്യത്തിൽ നാം ജീവിക്കുമ്പോൾ സമ്പത്തിന് വിധേയപ്പെടുന്നു. അതുകൊണ്ട് തനിക്കുള്ളവ മറ്റുള്ളവരുമായി പങ്കുവെക്കാൻ കഴിയാത്ത വിധം അടഞ്ഞ ഒരാളാക്കി നമ്മെ മാറ്റുന്നു. നമ്മുടെ ഹൃദയം അടഞ്ഞതായി പോകുന്നു. അവരെന്റെ കഷ്ടത കാണുമ്പോൾ എന്റെ ഹൃദയം ദ്രവിക്കുകയോ എന്റെ ഹൃദയത്തിൽ അവരുമായി പങ്കുവെക്കാനുള്ള ദാഹം ഉണ്ടാവുകയോ ചെയ്താൽ അതിനെ അടിച്ചമർത്താൻ സ്വന്തം താല്പര്യങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നവരായിട്ട് മാറുന്നു. ഞാനും എന്റെ കുടുംബവും എന്റെ ചുറ്റുപാടുകളും എന്ന സങ്കുചിതമായൊരു കാഴ്ചപ്പാടിൽ നിന്ന് വിശക്കുന്നവനിലേക്കും ലോകത്ത് കിടക്കാനിടമില്ലാത്തവനിലേക്കും ദൃഷ്ടി തിരിക്കാനുള്ള ഒരു മനോഭാവം നമുക്കുണ്ടാകേണ്ടതല്ലേ? വിശക്കുന്ന ഒരുവൻ അവൻ അരികിലുണ്ടായിരിക്കുകയും അവനുമായി സ്വന്തം ഭക്ഷണം പങ്കുവെക്കാൻ കഴിയാതെ പോവുകയും ചെയ്യുമ്പോൾ ഏത് ക്രിസ്തുവിനെ കുറിച്ചാണ് ലോകത്തോട് നമുക്ക് പറയാൻ പറ്റുക? നമ്മുടെ അടുത്തുള്ള ആളുകൾ വസ്ത്രമില്ലാത്തവരായി ദരിദ്രരായി കഴിയുമ്പോൾ നാം നല്ല വസ്ത്രങ്ങൾ ധരിക്കുന്നുവെങ്കിൽ നാം ഒരു ബന്ധനത്തിനകത്താണെന്ന് കരുതണം. ഇങ്ങനെ ആഡംബരങ്ങൾക്കകത്ത് ബന്ധിതരാകുന്നവർ, സുഖഭോഗങ്ങൾക്കകത്ത് ബന്ധിതരാകുന്നവർ, നമ്മുടെ തിരുനാളാഘോഷങ്ങൾ പോലും വെളിപ്പെടുത്തുന്നത് ഒരു ബന്ധനാവസ്ഥയല്ലേ? ലോകസാമാന്യതയിലായിത്തീരാൻ വേണ്ടി സമ്പത്ത് എത്രയേറെ വിനിയോഗിച്ചാണ് നാം ആഘോഷങ്ങൾ സംഘടിപ്പിക്കുന്നത്. നാം സംഘടിപ്പിക്കുന്ന ആഘോഷങ്ങളുടെയൊക്കെ അകക്കാമ്പായി നിലനിൽക്കുന്നത് ഈ ആഡംബര ഭ്രമമാണെന്ന് നമ്മൾ പലപ്പോഴും തിരിച്ചറിയുന്നില്ല. അതുകൊണ്ട് എനിക്കുള്ളവ മറ്റുള്ളവരുമായി പങ്കുവെക്കാൻ, രണ്ടുള്ളവൻ ഒന്നില്ലാത്തവന് കൊടുക്കുക എന്നതിനേക്കാൾ, സ്നാപകൻ അതാണ് പറഞ്ഞത്, അതിനേക്കാൾ ഉന്നതമായൊരു കാര്യമാണ് ക്രിസ്തു പഠിപ്പിച്ചത്. തനിക്കുള്ളവ വിറ്റ് ദരിദ്രനുമായി പങ്കുവെക്കുക, എന്നിട്ട് വന്ന് എന്നെ അനുഗമിക്കുക. ക്രിസ്തുവിനെ അനുഗമിക്കാൻ കഴിയണമെങ്കിൽ, യേശുവിന്റെ അനുയായിയായി ലോകത്ത് ജീവിക്കാൻ കഴിയണമെങ്കിൽ, അപ്പോസ്തലിക ദൗത്യം നിറവേറ്റാൻ കഴിയണമെങ്കിൽ എനിക്കുള്ളവ മറ്റുള്ളവരുമായി പങ്കുവെക്കാനുള്ള മനോഭാവം എനിക്കുണ്ടാകണം. സാധാരണയായി ഇതിനെതിരായുള്ള പ്രലോഭനങ്ങൾ, സമ്മർദ്ദങ്ങൾ ലോകത്ത് നിന്നുണ്ടാവും. സ്വന്തം ജീവിതത്തെക്കുറിച്ചുള്ള ഉത്കണ്ഠകൾ നമ്മെ ഭരിക്കാനിടയാവും. ഈ ഉത്കണ്ഠകൾ ഭരിക്കുമ്പോൾ അതിൽ നിന്ന് വിമോചനം പ്രാപിക്കുകയാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം. അതുകൊണ്ട് ബന്ധിതരായി നാം കരുതേണ്ടത് യഥാർത്ഥത്തിൽ മറ്റുള്ളവരെക്കാൾ അധികമായി നമ്മെ തന്നെയാണ്. ലോക സുഖങ്ങൾക്ക് ബന്ധിതരായി പോകുന്നവർ, ഇഷ്ടങ്ങൾക്ക് ബന്ധിതരായി പോകുന്നവർ, അവനവന്റെ താല്പര്യങ്ങളിൽ കുടുങ്ങിപ്പോകുന്നവർ, ഇതൊക്കെയാണ് ബന്ധനാവസ്ഥ. പൈശാചികമായ ബന്ധനത്തെക്കുറിച്ച് ഭീഷണിപ്പെടുത്തുമ്പോൾ പോലും ഒരു ഭയത്തിന്റെ ബന്ധനത്തിലേക്കാണ് നമ്മൾ പോവുക. ലോകത്ത് നമ്മെ ഭരിക്കുന്നതായി ക്രിസ്തു മാത്രമേ ഉണ്ടാകാവൂ. ക്രിസ്തുവിലൊരു സ്വാതന്ത്ര്യം നമുക്കുണ്ടാകേണ്ടതുണ്ട്. അവൻ എന്റെ പക്ഷത്തെങ്കിൽ ആരെനിക്കെതിരെ നിൽക്കും? ക്രിസ്തു എന്റെ പക്ഷത്തുണ്ട്. എന്റെ സങ്കടങ്ങളിലും പോരായ്മകളിലും അവനുണ്ട് എന്ന ബോധ്യം ഉണ്ടാകുമ്പോൾ അതേപോലെ അവരന്റെ ജീവിതത്തിൽ ഞാനായി തീരേണ്ടതാണ് എന്നൊരു കാര്യം നമ്മൾ പരിഗണിക്കണം. അങ്ങനെ അവരന്റെ വേദനകളിലും സങ്കടങ്ങളിലും അവരന്റെ ഇല്ലായ്മകളിലും ഹൃദയലിവുള്ളവരായി മാറുകയും അവനുവേണ്ടി ജീവിതം വിനിയോഗിക്കാൻ, ജീവിതം സമർപ്പിക്കുകയും ചെയ്യുമ്പോഴാണ് സുവിശേഷ പ്രവർത്തനത്തിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുക. അതുകൊണ്ട് ബന്ധിതർക്ക് മോചനം നൽകുന്നവരാകണം. ഈ ലോകത്തെ കെട്ടുകളിൽ നിന്ന് അഴിക്കുന്നവരായിട്ട് നമുക്ക് മാറാൻ പറ്റണം. പാപത്തിന്റെ ബന്ധനത്തിൽ പെട്ടുപോകുന്നവരുണ്ട്. പാപത്തിന്റെ ബന്ധനത്തിൽ പെട്ടുപോകുന്ന ലോകത്തിന് പരിഹാരമായി നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവനവന്റെ പാപങ്ങളെക്കുറിച്ച്, ക്രിസ്തുവുമായുള്ള അകലത്തെക്കുറിച്ച് തിരിച്ചറിവോടെ ജീവിക്കുകയാണ്. ക്രിസ്തുവുമായി എനിക്കുള്ള അകലത്തെക്കുറിച്ച് തിരിച്ചറിവുണ്ടാകുകയും ആ ബന്ധനാവസ്ഥയിൽ നിന്ന് മോചിതമാകാൻ കുമ്പസാരം എന്ന കൂദാശയിലൂടെ വിമോചനം പ്രാപിക്കുകയും ക്രിസ്തു കുരിശിൽ എനിക്ക് തന്ന വിമോചനത്തെ ഞാൻ അനുഭവിക്കുകയും ചെയ്യുമ്പോൾ മാത്രമേ അവരിനോട് എനിക്ക് ഈ അലിവുള്ളവരായി, ബന്ധനമഴിക്കുന്നവരായി ജീവിക്കാൻ പറ്റൂ. മറ്റുള്ളവരുടെ പാപങ്ങൾക്ക് പരിഹാരമായി നമുക്ക് ചെയ്യാവുന്ന രണ്ട് കാര്യങ്ങളാണുള്ളത്. ഈ രണ്ട് കാര്യങ്ങളിലും നമ്മൾ പലപ്പോഴും പരിമിതപ്പെട്ടാണ് പ്രവർത്തിക്കുക. ഒന്ന്, അവരോട് അനുകമ്പയുള്ളവരായിട്ട് മാറുക, അവരെന്റെ പാപം ക്ഷമിക്കുന്നവരായിട്ട് മാറുക. പരദ്രോഹം ക്ഷമിക്കുക എന്നതിന് അവനെ പാപത്തിൽ നിന്ന് വിമോചിപ്പിക്കുക എന്നൊരു കാര്യം കൂടിയുണ്ട്. അവരെന്റെ കുറവുകളും പോരായ്മകളും ക്ഷമിക്കുന്നവരായി മാറുക. രണ്ടാമത്, അവരിന് വേണ്ടി സ്വയം സമർപ്പിക്കുന്നവരായി മാറുക, അവരെന്റെ കുറ്റവും കുറവുകളും ഏറ്റെടുക്കുന്നവരായിട്ട് മാറുക. ക്രിസ്തു അവരെന്റെ പാപങ്ങൾക്ക് പരിഹാര ബലിയായി മാറുകയും അവരിനോട് അനുകമ്പ കാണിക്കുകയും ചെയ്യുന്നു. പാപിയായവനെ തള്ളിക്കളയുകയല്ല, അവനെ ചേർത്ത് പിടിക്കുകയാണ്. പാപിനിയെ തള്ളിക്കളയുകയല്ല, അവളെ ചേർത്ത് പിടിക്കുകയാണ്. തന്റെ സ്നേഹത്തിൽ പങ്കുകാരാക്കുമ്പോൾ ഇങ്ങനെ കുറവും പോരായ്മയുള്ളവരെ ക്രിസ്തു സ്വീകരിക്കുന്നു. അതിലൂടെ ഒരു വിമോചനം അവർക്ക് കൊടുക്കുന്നുണ്ട്. രണ്ടാമത്, അവർക്ക് വേണ്ടി, ലോകം മുഴുവന് വേണ്ടി പരിഹാര ബലിയായി കുരിശിൽ സ്വയം സമർപ്പിക്കും. മനുഷ്യൻ അവന്റെ പ്രവൃത്തികൾക്ക് അനുഭവിക്കേണ്ട ശിക്ഷയെ ക്രിസ്തു കുരിശിൽ ഏറ്റെടുക്കുന്നുണ്ട്. അങ്ങനെ ക്രിസ്തു കുരിശിൽ ഏറ്റെടുക്കുകയും പാപികളോട് അനുകമ്പാപൂർവം പെരുമാറുകയും ചെയ്യുന്നു. അതുകൊണ്ട് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി ക്രിസ്തു ബലിയർപ്പിക്കപ്പെട്ടു എന്ന ബോധ്യത്തോടെ അവനവനോട് തന്നെ ഒരു അനുകമ്പ ഉണ്ടാകേണ്ടതുണ്ട്. ക്രിസ്തുവിൽ വിമോചനം നമുക്ക് സാധ്യമായിട്ടുണ്ടെന്ന കാര്യത്തിൽ ഉറപ്പുണ്ടാകേണ്ടതുണ്ട്. അതനുസരിച്ച് കൗദാശികമായ അർപ്പണത്തിലൂടെ ഈ പാപവിമോചനം നാം സ്വീകരിക്കേണ്ടതുണ്ട്. ഒപ്പം തന്നെ അവരന്റെ കുറവുകളോട് അനുകമ്പയുള്ളവരായിട്ട് മാറുക, അവരന് വേണ്ടി പരിഹാരമായിട്ട് മാറുക. പ്രാർത്ഥിക്കാൻ കഴിയാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാകുകയും
നന്മ ചെയ്യാൻ കഴിയാത്തവർക്ക് വേണ്ടി നന്മ ചെയ്യുന്നവരാകുകയും ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ ഒരു പരിഹാരമായി നമ്മൾ മാറുന്നുണ്ട്. അവരന് വേണ്ടി ഇപ്രകാരം സ്വയം സമർപ്പിക്കുന്നത് വഴിയാണ് ആനുകാലിക ലോകത്ത് ബന്ധിതർക്ക് വിമോചനം നൽകുക എന്ന ദൗത്യത്തിൽ ക്രിസ്തുവിൽ നമുക്ക് പങ്കുചേരാൻ പറ്റുക. മൂന്നാമത് അന്ധർക്ക് കാഴ്ചയാണ്. ആരാണ് അന്ധരായിട്ടുള്ളവര്? രണ്ടു തരം അന്ധതയാണുള്ളത്. ഒന്ന് ആത്മീയ അന്ധതയാണ്. യോഹന്നാൻ സുവിശേഷത്തിൽ അവിടെ നിന്ന് 9-ാം അധ്യായത്തിൽ അത് പറയുന്നുണ്ട്. അതിനെ സുഖപ്പെടുത്തി കഴിയുമ്പോൾ കണ്ണുള്ളവരാണെന്ന് കരുതുകയും യാഥാർത്ഥ്യം കാണാതിരിക്കുകയും ചെയ്യുന്നവർ ആത്മീയ അന്ധതയുള്ളവർ. നമ്മുടെ ആത്മീയ അന്ധത എന്താണ്? മറ്റുള്ളവരുടെ വേദന കാണാൻ കഴിയാതെ പോകുന്നു, മറ്റുള്ളവരുടെ സങ്കടം തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നു, അവരെന്നെ മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്നു. അവരെന്റെ വേദനകളിലേക്ക്, അവന്റെ നൊമ്പരങ്ങളിലേക്ക് ദൃഷ്ടി ഉയരുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ കാണാൻ കഴിയുന്നില്ലെങ്കിൽ, സങ്കടപ്പെടുന്നവനെ കാണാൻ കഴിയുന്നില്ലെങ്കിൽ, വിശക്കുന്ന ഒരുവനിൽ ക്രിസ്തുവിനെ കാണാൻ കഴിയുന്നില്ലെങ്കിൽ, വസ്ത്രമില്ലാത്തൊരുവനിൽ ക്രിസ്തുവിനെ കാണാൻ കഴിയുന്നില്ലെങ്കിൽ, ലോകത്ത് കിടക്കാനിടമില്ലാതെ അലയുന്ന അനേക കോടികളിൽ ക്രിസ്തുവിന്റെ മുഖം തെളിയുന്നില്ലെങ്കിൽ, അപ്പോ നാം യഥാർത്ഥത്തിൽ കാഴ്ചയില്ലാത്തവരാണ്. മറ്റുള്ളവരെ അങ്ങനെ പരിഗണിക്കാൻ കഴിയാതെ പോകുമ്പോൾ കാഴ്ചയില്ലാത്തവരാണ്. നമ്മെ തന്നെ വിമർശന ബുദ്ധിയാ കാണാൻ കഴിയാതെ പോകുമ്പോഴും നമ്മൾ കാഴ്ചയില്ലാത്തവരാണ്. നമ്മുടെ കുറവുകളെയും പോരായ്മകളെയും വിമർശന ബുദ്ധിയാ കാണാതെ പോകുന്നുണ്ട് നാം പലപ്പോഴും. നമ്മുടെ കുറവുകളെയും പോരായ്മകളെയും വിമർശന ബുദ്ധിയാ സ്വയം കാണാതെ പോകുന്നുണ്ട് നാം. അകമേ വസിക്കുന്ന ക്രിസ്തുവിനെ കാണാൻ കഴിയാത്തത് അതുകൊണ്ടാണ്. ആത്മീയ അന്ധത എത്രത്തോളം ഉണ്ടെന്ന് പരിശോധിക്കണം. ഈ ആത്മീയ അന്ധതയ്ക്കെതിരായി, ആത്മീയ അന്ധതയെ അകറ്റാൻ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഇടപെടുന്ന ക്രിസ്തുവിനെ അവർക്ക് അനുഭവപ്പെടുത്തുകയാണ്. രണ്ട് മാർഗത്തിലാണ്. ഒന്ന് അറിവിന്റെ തലത്തിലാണ്. അവിടെ സുവിശേഷ പ്രഘോഷണമുണ്ട്, ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവുകളുണ്ട്. പക്ഷേ ക്രിസ്തുവിനെ കുറിച്ചുള്ള ഈ അറിവിനെ മറ്റുള്ളവർക്ക് അനുഭവപ്പെടുത്താൻ ഒരു കൊണ്ടറിവ് അവർക്കുണ്ടാകണം. ആ കൊണ്ടറിവ് നമ്മുടെ പ്രവൃത്തി വഴിയാണ്. നമ്മെ ആക്രമിക്കുന്ന ഒരുവനോട് നിരുപാധികം നാം ക്ഷമിക്കുമ്പോൾ അവനൊരു കൊണ്ടറിവിലേക്ക് എത്തുന്നുണ്ട്. അടികൊണ്ടത് നമ്മളാണെങ്കിലും അനുഭവമാകുന്നത് അവരനാണ്. അവരന്റെ ജീവിതത്തിൽ ക്രിസ്തു വെളിപ്പെടാൻ തുടങ്ങുന്നു. അവരന്റെ ഇല്ലായ്മയ്ക്ക് വേണ്ടി സ്വയം സമർപ്പിതരാകുമ്പോൾ, മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാൻ തയ്യാറാകുമ്പോൾ നാം ഈ ലോകത്തിന്റെ കണ്ണു തുറക്കുന്നുണ്ട്, ആത്മീയ അന്ധതയിൽ നിന്ന് വിമോചിപ്പിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഭൗമികമായൊരു അന്ധതയുണ്ട്. ആ ഭൗമിക അന്ധത മനുഷ്യന്റെ ജീവിത പ്രതിസന്ധിയാണ്. അവിടെയും നമുക്ക് ഇടപെടാൻ കഴിയണം. അങ്ങനെ ഭൗതികമായും ആത്മീയമായും അന്ധതയകറ്റുന്നവരായി മാറാൻ നമുക്ക് കഴിയുമ്പോൾ മാത്രമേ ക്രിസ്തുവിൽ പ്രകാശിച്ച സുവിശേഷ ദൗത്യം നമ്മിലൂടെ ഈ ലോകത്ത് അനുഭവപ്രദമായിട്ട് മാറും. ഈശോ പറയാണ്, അടിച്ചമർത്തപ്പെട്ടവർക്ക് മോചനം നൽകാൻ വന്നവനാണ്. നമ്മൾ ആലോചിച്ച് നോക്കേണ്ടതാണ്, നമ്മുടെ ചുറ്റുപാടുകളിൽ ആളുകൾ ജീവിക്കുന്നത് എങ്ങനെയാണ്? അടിമത്വത്തിലും സാമൂഹ്യ അനീതിയിലും പെട്ടാണ് ജീവിക്കുന്നത്. സാമൂഹ്യമായുള്ള വിവേചനങ്ങൾ, ജാതി തിരിച്ചുള്ള വേർതിരിവുകൾ, മനുഷ്യനെ മനുഷ്യനായി കാണാൻ കഴിയാത്ത അടിമത്വം, സാമൂഹ്യമായ അടിമത്വമുണ്ട്, സാമ്പത്തികമായ അടിമത്വമുണ്ട്. ഇവിടെ ദരിദ്രർ 90% 10% സമ്പത്തുള്ളവരായിട്ട് മാറുകയും ചെയ്യുന്നു. സമ്പന്നർ കൂടുതൽ സമ്പന്നരാകുകയും ദരിദ്രർ കൂടുതൽ ദരിദ്രരായിത്തീരുകയും ചെയ്യുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥയ്ക്കകത്താണ് നമ്മൾ ജീവിക്കുക. രാഷ്ട്രീയമായി പരിഹാരം കാണേണ്ട കാര്യമാണത്. സാമ്പത്തികമായൊരു വിമോചനം ഉണ്ടാകണം. പ്രതിശീർഷ വരുമാനം നമുക്ക് ഓരോരുത്തർക്കും ലക്ഷങ്ങളായിരിക്കെ പട്ടിണിക്കാരായിട്ട് നമ്മൾ മാറുന്നു. പ്രതിശീർഷ വരുമാനത്തിന്റെ കണക്കിൽ നാം പെടുമ്പോഴും ആ കണക്കിൽ വരുന്ന ധനം നമ്മുടെ കയ്യിൽ വരുന്നില്ല. ഇത് സമ്പന്നർ ആർജിക്കുന്നു. അങ്ങനെ ഒരു വിഭാഗം കുത്തകകളായിട്ട് വളരുന്നു. ആ കുത്തകകൾ ഇന്ന് ഭരണത്തെ പോലും നിയന്ത്രിക്കുന്നവരായി മാറുന്നു. അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയാണ് ഭരണമെന്ന് വരുന്നു. അതുകൊണ്ട് കർഷകരുടെ വിലാപം ആരും കേൾക്കുന്നില്ല. കർഷകരുടെ വിലാപം കേൾക്കാത്ത ഭരണാധികാരികൾ സമ്പന്നരുടെ കുത്തകകളുടെ വിലാപം കേൾക്കുന്നു. കുത്തകകൾക്ക് വൻ ഇളവുകൾ അനുവദിച്ചു കൊടുക്കുന്നു. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടത് ഒരു സമഗ്ര വിമോചനം നമുക്ക് ആവശ്യമുണ്ട് എന്ന തലത്തിൽ വരുമ്പോൾ 4 വിമോചനങ്ങൾ നമ്മൾ കാണണം. ഒന്ന്, സാമൂഹ്യമായ അടിമത്തത്തിൽ നിന്നുള്ള വിമോചനമാണ്. സാമ്പത്തികമായ ആധിപത്യങ്ങളിൽ നിന്നുള്ള വിമോചനമാണ്. ആത്മീയമായ വിമോചനമാണ്. ഒപ്പം തന്നെ രാഷ്ട്രീയമായ വിമോചനമാണ്. ഈ 4 വിമോചനം ഉണ്ടാകണം. രാഷ്ട്രീയ വിമോചനം എന്താണ്? രാഷ്ട്രീയ വിമോചനം വ്യക്തിക്ക് അവനായി നിലകൊള്ളാനും സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാനുള്ള ഒരു അവസ്ഥ ഉണ്ടാവണം. രാഷ്ട്രീയമായുള്ള അടിമത്വം എങ്ങനെയാണ്? രാഷ്ട്രീയ അടിമത്വം വ്യക്തിക്ക് ഒരു പരിപൂർണമായ സ്വാതന്ത്ര്യത്തിലേക്ക് എത്തിച്ചേരാനുള്ള അതിന് വിഘാതമായി നിൽക്കുന്ന സാഹചര്യങ്ങൾ നമ്മൾ പരിശോധിക്കണം. മതത്തിന്റെ പേരിൽ, ജാതിയുടെ പേരിൽ, വർണ്ണങ്ങളുടെ പേരിൽ ഒക്കെ വിവേചനങ്ങൾ ഉണ്ടാകുന്നു. അതുകൊണ്ട് അധികാരം മഹാഭൂരിപക്ഷത്തിന്റെ മേലും അടിച്ചേൽപ്പിക്കുന്ന ഒന്നായിട്ട് മാറുന്നു. സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുന്നു. പൗരത്വം പോലും ചോദ്യം ചെയ്യപ്പെടുന്നു. ഇത്തരത്തിൽ രാഷ്ട്രീയമായ സ്വാതന്ത്ര്യം പലപ്പോഴും നമുക്ക് ലഭ്യമാകുന്നില്ല. രാഷ്ട്രീയ സ്വാതന്ത്ര്യം ജനാധിപത്യ വ്യവസ്ഥയിൽ എങ്ങനെയാണ് നിലനിൽക്കേണ്ടത്? സമത്വത്തിലും സ്വാതന്ത്ര്യത്തിലും സാഹോദര്യത്തിലുമാണ്. ഇവ 3ഉം ലംഘിക്കപ്പെട്ടതായിട്ടാണ് നമ്മുടെ നാട്ടിൽ നമുക്ക് കാണാൻ പറ്റുക. പരസ്പരം വിദ്വേഷത്തോടെ കാണുന്ന മനുഷ്യർ, ജാതിയുടെയും മതത്തിന്റെയും പേരുള്ള വിഭജനങ്ങൾ, ജെൻഡറിന്റെ പേരുള്ള വിഭജനങ്ങൾ, അടിമത്വങ്ങൾ അനുഭവിക്കുന്നവരായിട്ട് മാറുന്നു.
അതുകൊണ്ട് ഏതു നിമിഷവും ന്യൂനപക്ഷമായിരിക്കുന്ന ഒരാൾ ആക്രമിക്കപ്പെടാമെന്ന നില വരുന്നു. ന്യൂനപക്ഷങ്ങൾക്ക് ജീവിക്കാൻ നിവൃത്തിയില്ലാതായി വരുന്നു. ഈ ഭൂരിപക്ഷം എന്ന് വിളിക്കപ്പെടുന്നവർക്കാകട്ടെ അവരുടെ വിശപ്പിനുതകുന്നവയോ അവരുടെ ജീവിതത്തിനുതകുന്നവയോ നൽകാൻ തയ്യാറാകുന്നില്ല ഭരണാധികാരികൾ. സ്വന്തം വിശ്വാസമനുസരിച്ച് ജീവിക്കാനും തൊഴിലെടുക്കാനും ഇഷ്ടമുള്ളത് ഭക്ഷിക്കാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യങ്ങൾ ഹനിക്കപ്പെടുന്ന ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുക. ഭക്ഷണത്തിന്റെ പേരിൽ വിവേചനം ഉണ്ടാവുന്നു, വസ്ത്രത്തിന്റെ പേരിൽ വിവേചനം ഉണ്ടാവുന്നു, ഭാഷയുടെ പേരിൽ വിവേചനം ഉണ്ടാവുന്നു. ഇത്തരം വിഭജന യുക്തികൾ രാജ്യത്തെ ഗ്രസിക്കുന്ന ഒരു നാളിൽ രാഷ്ട്രീയമായ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നിലകൊള്ളേണ്ടവരാണ് നാം. ഈ രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിന് ഏതെങ്കിലും കക്ഷി ചേരുക എന്നുള്ളതല്ല. നമുക്ക് ഓരോരുത്തർക്കും പൗരൻ എന്ന നിലയിൽ നമുക്കൊരു കടമയുണ്ട്. ആ കടമ ഈ രാജ്യത്തിന്റെ ഭരണഘടനയെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. ഭരണഘടനാനുസൃതമായ ഒരു രാജ്യമായി നിലനിൽക്കാൻ നമുക്ക് കഴിയണമെങ്കിൽ വ്യക്തിപരമായ ഒരു ഉയർച്ച നമുക്കുണ്ടാകണം. വ്യക്തിപരമായ ഉയർച്ച എല്ലാവർക്കും ലഭ്യമാകണം. നീതി എല്ലാവർക്കും സ്വാതന്ത്ര്യം ലഭ്യമാകണം. എല്ലാവരുടെ ജീവിതവും തുല്യതയുടേതായിട്ട് മാറണം. അംബേദ്കർ ഭരണഘടനാ നിർമ്മാണ സഭയിൽ സംസാരിക്കുമ്പോൾ പറയുന്നുണ്ട്, എല്ലാവർക്കും ഒരു വോട്ടിനൊരു മൂല്യം എന്ന കാര്യം ഇപ്പൊ നടക്കുന്നുണ്ട്. ജനാധിപത്യത്തിന്റെ ഒരു ഭാഗമാണത്. പക്ഷേ എല്ലാവരും തുല്യരല്ല. ആ വിവേചനം ഇപ്പോഴും നിലനിൽക്കുന്നു. എല്ലാവരും തുല്യരാകുമ്പോൾ മാത്രമേ യഥാർത്ഥത്തിൽ രാഷ്ട്രീയ സ്വാതന്ത്ര്യം പൂർണ്ണമാവൂ. വിവേചനമില്ലാതെ ജീവിക്കാൻ കഴിയണം. ന്യൂനപക്ഷങ്ങളായിരിക്കുമ്പോൾ വിവേചനം അനുഭവിക്കപ്പെടാൻ ഇടയാകരുത്. ഭൂരിപക്ഷം ന്യൂനപക്ഷത്തിന്റെ മേൽ നടത്തുന്ന ഒരു കടന്നാക്രമണമല്ല യഥാർത്ഥത്തിൽ രാഷ്ട്രീയ സ്വാതന്ത്ര്യം. അതുകൊണ്ട് അവരുടെ ജീവിതത്തിനെ കരുതലോടെ കാണാൻ, സ്നേഹത്തോടെ കാണാൻ, കൺസേൺ ഫോർ ദി അതർ, അതാണ് യഥാർത്ഥത്തിൽ രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുക. അപ്രകാരം ഒരു സംവിധാനം ഉണ്ടാകാൻ അശരണരോടും കഷ്ടപ്പെടുന്നവരോടും ഒപ്പം ചേർന്ന് നിൽക്കാൻ നമുക്ക് കഴിയണം. വിശക്കുന്നവരുടെ രാഷ്ട്രീയം നമുക്കുണ്ടാകണം. വിശക്കുന്നവരോട് ചേർന്ന് വിശക്കുന്നവർക്ക് വേണ്ടി ശബ്ദിക്കാൻ നമുക്ക് കഴിയണം. നീതിക്ക് വേണ്ടി സഹിക്കുന്നവർ ഭാഗ്യവാന്മാർ. അപ്രകാരം നീതിക്ക് വേണ്ടി സഹിക്കുന്നവരായി ഫാദർ സ്റ്റാൻസാമിയെ പോലെ ജീവിതത്തിലേക്ക് ഇറങ്ങാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും കഴിയേണ്ടതുണ്ട്. ഇതൊരു ബാധ്യതയാണ്. രണ്ടാമത്തെ ഭാഗത്ത് നമ്മൾ കാണുന്നത് ആത്മീയമായ അടിമത്വമാണ്. ആത്മീയ അടിമത്വം പലതരത്തിലാണ്. അന്ധവിശ്വാസങ്ങൾ നമ്മുടെ സമൂഹത്തെ അടിമപ്പെടുത്തുന്നുണ്ട്. ഇത് ആത്മീയമായ അന്ധതയാണ്, ആത്മീയമായ അടിമപ്പെടുത്തലാണ്. അപ്രകാരം അടിമപ്പെടുത്തുന്നു. അതുകൊണ്ട് വ്യാജങ്ങൾ നിർമ്മിക്കുന്നു. അനേകരെ വിശ്വാസത്തിന്റെ യാഥാർത്ഥ്യത്തിൽ നിന്ന് വഴിമാറ്റി കൊണ്ടുപോകുന്നു. പലപ്പോഴും അന്ധവിശ്വാസങ്ങൾ ആധിപത്യം പുലർത്തുന്നതായിട്ട് മാറുന്നു. അതുകൊണ്ട് ദൈവം കാര്യസാധ്യത്തിനുള്ള കുറുക്കുവഴിയായി തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നു. നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം പിശാചിന്റെ പ്രവൃത്തിയാണ് എന്ന് പറയപ്പെടുന്നു. മറ്റു സമുദായങ്ങൾ നിങ്ങൾ ആക്രമിക്കുന്നുവെന്നും നിങ്ങൾക്ക് നിലനിൽപ്പില്ലെന്നും പഠിപ്പിക്കുന്നു. ഇത്തരമുള്ള പാഠങ്ങൾ യഥാർത്ഥത്തിൽ നമ്മെ കൊണ്ടുപോകുന്നത് ഒരു അടിമത്വത്തിലേക്കാണ്. ഭയത്തിന്റെ അടിമത്വത്തിലേക്ക്, മോഹങ്ങളുടെ അടിമത്വത്തിലേക്ക്, പാപബോധത്തിന്റെ അടിമത്വത്തിലേക്ക് ഒക്കെ ആളുകളെ കൊണ്ടുപോകുന്നു. യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യത്തിലേക്കാണ് ക്രിസ്തു നമ്മെ വിളിക്കുന്നത് എന്ന കാര്യം ഓർക്കണം. ഈ സ്വാതന്ത്ര്യം ലോകത്തോട് പ്രഖ്യാപിക്കാനാണ് ഞാനും നിങ്ങളും ശ്രമിക്കേണ്ടതെന്ന കാര്യം ഓർക്കണം. അങ്ങനെ സമഗ്രമായൊരു വിമോചനത്തിലേക്ക് ഈ ലോകത്തെ വിളിക്കാൻ വേണ്ടിയാണ് ക്രിസ്തു ലോകത്ത് വന്നതെന്നും ആ ക്രിസ്തുവിലാണ് നാം ഓരോരുത്തരും ബോധ്യം നമുക്കുണ്ടാകുകയും ലോകത്തോട് സുവിശേഷം പറയുന്നവരായി മാറുകയും നമ്മൾ ചെയ്യണം. യേശു സിനഗോഗിൽ വചനം വായിക്കുകയും തിരുലിഖിതങ്ങൾ വായിച്ചതിന് ശേഷം സംസാരിക്കുന്നുണ്ട്. ആ സംസാരിക്കുമ്പോൾ അവരെല്ലാം ഉറ്റുനോക്കിയതിന് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് നല്ലതെന്ന രീതിയിലാണ്, ഒന്ന് സംശയത്തോടെയാണ്. ഇവനാ ജോസഫിന്റെയും മറിയത്തിന്റെയും മകനല്ലേ, ഇവൻ എങ്ങനെയാ ഇത് പറയണേന്നുള്ളൊരു ഉറ്റുനോക്കലുണ്ട്. കുറ്റപ്പെടുത്തലിന്റെ ഭാഗമുണ്ട് അതിനകത്ത്. രണ്ടാമത് കുറെ പേർ പ്രശംസിക്കുകയാണ്. കൃപാവചസ്സുകൾ കേട്ട് അംഗീകരിക്കുന്നവർ, ഒപ്പം തന്നെ അവനെ നശിപ്പിക്കാൻ ആലോചിക്കുന്നവരും. ലോകത്ത് സുവിശേഷം പ്രഘോഷിക്കുമ്പോൾ ഇത്തരത്തിൽ നമ്മുടെ ജീവിതത്തിലും ദുരന്താനുഭവങ്ങളും വിപരീതങ്ങളും ഉണ്ടാകാം, പ്രതികൂലങ്ങൾ ഉണ്ടാകാം. ആ പ്രതികൂലങ്ങളെയും വിപരീതങ്ങളെയും കാണുമ്പോൾ സുവിശേഷ മാർഗത്തിലാണ് നാം, നയിക്കപ്പെടുകയാണ് നാം എന്നൊരു ബോധ്യമാണ് നമുക്കുണ്ടാകുന്നത്. നമ്മെ വിളിച്ചിട്ടുള്ളത് എല്ലാവരെയും വിമോചിപ്പിക്കാനാണ്, സ്വാതന്ത്ര്യത്തിലേക്കാണ്, സ്നേഹത്തിലേക്കാണ്, സമാധാനത്തിലേക്കാണ്. അത് അധികാരം നേടാനുള്ളതല്ല, ദാസ്യം അനുഷ്ഠിക്കാനുള്ളതാണ്. മറ്റുള്ളവർക്ക് വേണ്ടി ദാസരായി മാറാൻ വേണ്ടിയാണ്. അപ്രകാരം ഐക്യപ്പെട്ടവരാണ് നമ്മളെന്ന് ബോധ്യം നമുക്കുണ്ടാകണം. അങ്ങനെ ബോധ്യമുണ്ടാകുമ്പോൾ ഒരു പ്രതികൂലത്തെ നമ്മൾ ഭയപ്പെടില്ല. 2 തിമോത്തിയോസിന്റെ ലേഖനത്തിൽ 3-ാം അധ്യായത്തിൽ 15-ാം തിരുവചനം നമ്മോട് പറയുന്നുണ്ട്, യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും പീഡിപ്പിക്കപ്പെടും. അതുകൊണ്ട് നാം പീഡനങ്ങൾ ഉണ്ടാകും, എതിർപ്പുകൾ ഉണ്ടാകും, നമുക്ക് എതിരെ ആക്രമണങ്ങൾ ഉണ്ടാകും. അതൊന്നും ഭയപ്പെടേണ്ടതില്ല. യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവരൊക്കെ പീഡിപ്പിക്കപ്പെടും. ഇപ്പൊ പീഡനത്തിന്റെ ഭാഗമാണെന്ന് അറിയണം. അതുകൊണ്ട് ലോകത്തോട് സുവിശേഷം പറയാമെന്നവരാണ് നമ്മളെന്ന് ബോധ്യം ഉണ്ടാകണം. സുവിശേഷം പറയാനായിട്ട്, എല്ലാവർക്കും സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കാനായിട്ട് നാം ഓരോരുത്തരും വിളിക്കപ്പെടുന്നു. കഷ്ടപ്പെടുന്നവർക്കും വിശക്കുന്നവർക്കും രോഗികൾക്കും തടവുകാർക്കും ഒക്കെ
പക്ഷം ചേർന്ന് നിൽക്കുന്നവരായിട്ട് നമുക്ക് മാറാൻ പറ്റണം. വിശക്കുന്നവർക്ക് വേണ്ടിയാകണം നമ്മുടെ ജീവിതം, ദാഹിക്കുന്നവർക്ക് വേണ്ടിയാണ് നമ്മുടെ ജീവിതം, വസ്ത്രമില്ലാത്തവർക്കും കിടക്കാനിടാവില്ലാത്തവർക്കും വേണ്ടിയുള്ളതാണ് നമ്മുടെ ജീവിതം. അങ്ങനെ സ്വയം പകുത്തു നൽകാനും ശബ്ദമില്ലാത്തവർക്ക് വേണ്ടി ശബ്ദിക്കാനും ഈ ലോകത്തിന്റെ കഷ്ടതകളും വ്യാകുലങ്ങളും ഒക്കെ സഹിക്കുന്ന ദരിദ്ര ജനവിഭാഗങ്ങളോട് പക്ഷം ചേരാനും ഒക്കെ നമുക്ക് കഴിയുമ്പോഴാണ് യഥാർത്ഥത്തിൽ വിശ്വാസത്തിന്റെ ദൗത്യം നിറവേറ്റാൻ നമുക്ക് പറ്റുക. ഈശ്വരറ്റം പ്രിയപ്പെട്ടവരെ, സുവിശേഷ ദൗത്യമാണ് നമുക്കുള്ളത്. ആ ദൗത്യം ഒരിക്കലും കേവലമായ വചനപ്രഘോഷണമല്ല. ആ വചനപ്രഘോഷണം ഇതിന്റെ അറിവിന്റെ തലം മാത്രം വെളിപ്പെടുത്തുകയാണ്. ജീവിതം കൊണ്ട് അപരന് വേണ്ടിയായിത്തീരാൻ, ദരിദ്രന്റെ പക്ഷം നിൽക്കാൻ, വിശക്കുന്നവന്റെ രാഷ്ട്രീയം നമുക്കുണ്ടാകണം. ദരിദ്രന്റെ പക്ഷം ചേർന്ന് ദരിദ്രന്റെ രാഷ്ട്രീയം ഉണ്ടാകണം. അടികൊള്ളുന്നവന്റെയും പീഡിതന്റെയും പക്ഷത്ത് നാം നിൽക്കണം. അവിടെ നമ്മുടെ രാഷ്ട്രീയം, നമ്മുടെ വിശ്വാസം തന്നെയാണ്. അത് അധികാരം നേടാനുള്ളതല്ല, സ്വയം ത്യജിക്കാനുള്ളതാണ്, അവരതിനു വേണ്ടി സഹിക്കാനുള്ളതാണ്. ഈ ഒരു ബോധ്യം നമുക്കുണ്ടാകുമ്പോൾ മാത്രമേ ക്രൈസ്തവ ജീവിതത്തിൽ പ്രഘോഷണ ദൗത്യത്തിൽ നമുക്ക് പുരോഗമിക്കാൻ കഴിയൂ. അപ്രകാരം പുരോഗമിക്കാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ജീവിതങ്ങളെ സഹായിക്കട്ടെ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. ആമേൻ.